വചനമൊഴി ഏപ്രിൽ 7. വചനഭാഗം 1 തെസ്സലോനി 3:6-13, യോഹന്നാന്റെ സുവിശേഷം 12:44-50. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്തിമനാളിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്. ഞാൻ എന്ത് പറയണം, എന്ത് സംസാരിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ച പോലെ തന്നെയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോകത്തിന് പ്രകാശമായി, ലോകത്തിന് വെളിച്ചമായി ആണ് ഈശോ മനുഷ്യനായി അവതരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ സൃഷ്ടി വിവരണത്തിൽ നാം കാണുന്നു. സൃഷ്ടിക്ക് മുൻപുള്ള അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പറയും, അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന്. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അന്ധകാരം വെളിപാടുകളില്ലാത്ത സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂരിരുട്ടിൽ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് വെളിപാടുകളില്ല. അന്ധകാരം നിറഞ്ഞിരുന്നിടത്ത് കർത്താവിന്റെ വചനത്താൽ വെളിച്ചമുണ്ടായി, പ്രകാശമുണ്ടായി എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്. ഇങ്ങനെ അന്ധകാരത്തെ നീക്കുന്ന കർത്താവിന്റെ വചനം ആണ് വെളിച്ചമായി ഭവിക്കുന്നത്. ആ വചനമാണ് മിശിഹ ഈശോയായി മാംസം ധരിച്ചത്. അപ്പോൾ അന്ധകാരത്തെ നീക്കുകയാണ് മിശിഹായുടെ പ്രവൃത്തിയുടെ ലക്ഷ്യം. ദൈവിക വെളിപാടുകൾ ഇല്ലാത്ത അവസ്ഥയാണ് അന്ധകാരം. അങ്ങനെ ആ അവസ്ഥയിൽ നിന്നും സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തി. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് വചനം മാംസം ധരിച്ച് മിശിഹായിലൂടെ യാഥാർത്ഥ്യമായത്. അബ്രാഹത്തിന്റെ വിളിക്ക് മുൻപുള്ള അവസരത്തിൽ സൃഷ്ടപ്രപഞ്ചത്തിലൂടെയായിരുന്നു ദൈവം തന്നെ വെളിപ്പെടുത്തിയിരുന്നത്. സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി പ്രാചീന മനുഷ്യരെ സൃഷ്ടവസ്തുക്കളെയൊക്കെ ദൈവങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചവയെ ആരാധിക്കുന്നു. എന്നാൽ ദൈവം പ്രത്യേകമായി മനുഷ്യകുലത്തിൽ ഇടപെട്ട് അബ്രാഹത്തെ വിളിച്ച് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ അതിസ്വാഭാവികമായി ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ഇസ്രായേലിലൂടെയുള്ള ദൈവിക വെളിപാടായിരുന്നു ഈ പ്രപഞ്ച ശക്തികളൊന്നും ദൈവങ്ങളല്ല, മറിച്ച് ഏക ദൈവമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ്, യഥാർത്ഥമായ സത്യത്തിന്റെ പൂർണ്ണതയാണ് ഈശോയിലൂടെ നിറവേറുന്നത്. സത്യദൈവത്തെ അറിയുക, സത്യദൈവത്തെ ആരാധിക്കുക, അതാണ് മനുഷ്യകുലത്തിന് ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം. സകല മനുഷ്യകുലത്തിനും വേണ്ടി ആ വലിയ ദൈവിക സത്യം വെളിപ്പെടുത്തുകയാണ് വചനത്തിലൂടെ യാഥാർത്ഥ്യമായത്. പ്രപഞ്ച സൃഷ്ടി മുതൽ വചനം പ്രവർത്തിക്കുന്നു. അബ്രാഹത്തിലൂടെ സംസാരിച്ചതും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതും ഇസ്രായേൽ ജനതയെ ചരിത്രത്തിലൂടെ നയിച്ചതും വചനമാണ്. ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചതാണ് ഈശോ. അതാണ് ഈശോ പറയുന്നത്, ഞാൻ പറഞ്ഞ വചനം തന്നെ ദൈവപിതാവിന്റെ ഹിതമാണ് അവന്റെ വചനങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. സത്യദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന ജനമായി മനുഷ്യകുലം മുഴുവൻ മാറുന്നതിന് പ്രപഞ്ച ശക്തികളൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്നും പ്രപഞ്ച ശക്തികളോ പ്രപഞ്ച വ്യക്തികളോ ദൈവങ്ങളല്ല എന്ന തിരിച്ചറിവിലേക്കും എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏക സത്യദൈവത്തിലേക്കും മനുഷ്യകുലം വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.